കേരളത്തിന് ഇത്തവണയും എയിംസും ഐഐടിയും ഇല്ല. തിരുവനന്തപുരത്തെ നിഷിനെ സർവകലാശാലയാക്കുമെന്ന വാഗ്ദാനം മാത്രമാണ് കേരളത്തിന് ഏക ആശ്വാസം. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 7 പദ്ധതികളിൽ ഒരെണ്ണം പോലും ബജറ്റിൽ ഉൾപ്പെട്ടില്ല. പൊതുബജറ്റിന് മുന്നോടിയായി കേരളം സമർപ്പിച്ച ആവശ്യങ്ങളൊന്നും തന്നെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്യപ്പെട്ട എയിംസ് ആശുപത്രി ഇത്തവണയുമില്ല. പാലക്കാട് സ്ഥലം ഏറ്റെടുത്ത് നൽകിയെങ്കിലും ഐഐടി അനുവദിക്കാനും കേന്ദ്ര സർക്കാർ ഇക്കുറിയും തയ്യാറായില്ല. തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിനെ സർവകലാശാലയാക്കി ഉയർത്തിയതാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിനുള്ള ഏക നേട്ടം. കേരളത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ VSSCക്കാണ് ഏറ്റവും അധികം തുക വകയിരുത്തിയിട്ടുള്ളത്, 690 കോടി രൂപ. റബ്ബർ ബോർഡിന് 161.75 കോടി രൂപ വകയിരുത്തിയപ്പോൾ കോഫി ബോർഡിന് 144, സ്പൈസസ് ബോർഡിന് 95 കോടി രൂപയും വകയിരുത്തി. കയർ ബോർഡിന് 10 ലക്ഷം രൂപ മാത്രമാണ് ഇക്കുറി ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുൾപ്പെടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച 7 ആവശ്യങ്ങളെയും അരുൺ ജെയ്റ്റ്ലി പൂർണ്ണമായി നിരാകരിച്ചു. പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുന്ന റബ്ബർ കർഷകരെ രക്ഷിക്കാനും ബജറ്റിൽ കാര്യമായൊന്നുമില്ല. അങ്ങനെ എയിംസും IITയും ഒന്നും ഇല്ലാത്ത ഒരു പൊതു ബജറ്റ് കൂടി കടന്നു പോകുന്നു. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടുത്ത ബജറ്റിന് വേണ്ടി മലയാളികൾക്ക് കാത്തിരിക്കാം. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പേരമംഗലത്തിനോടൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ.